അതിനിടയിൽ തൃശൂർ തേക്കിൻകാട് മൈതാനം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയാക്കിയതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തള്ളി. ഒരു കാര്യവുമില്ലാത്ത ഹർജി എന്ന് നിരീക്ഷിച്ച കോടതി ഹർജിക്കാരന് 10,000 രൂപ പിഴയിട്ടു. വിഷ്ണു സുരേഷ് വിഷ്ണു, രാവിലെ വെറുതെ 10,000 രൂപ കൈനഷ്ടം വന്ന ഹതഭാഗ്യന്റെ പേരെന്താണ് വിഷ്ണു? ഈ തേക്കിൻകാട് മൈതാനത്ത് ഈ കലോത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ടതിനെതിരെ ഒരു ഹർജി നൽകിയത്. നേരത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ കലോത്സവം നടത്തുന്നുണ്ട്, അതിനുവേണ്ടി കൃത്യമായ മാർഗനിർദ്ദേശം ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിക്കുകയും അതിന്റെ ഓർഡറായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച്, പ്രത്യേകിച്ച് ശ്രീമൂലസ്ഥാനത്തിനടുത്തുള്ള സ്റ്റേജ്, അതോടൊപ്പം തന്നെ മരങ്ങൾ മുറിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇത് അനുവദിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നാരായണൻകുട്ടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിച്ചത്. പക്ഷേ ദേവസ്വം ബെഞ്ച് ആ ഹർജി പൂർണ്ണമായും തള്ളുകയാണ്. ഒരു കാര്യവുമില്ലാത്ത ഹർജിയാണ്, ഞങ്ങൾ പുറപ്പെടുവിച്ച ഉത്തരവ് പോലും നോക്കാതെയാണ് നിങ്ങൾ കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. ഒപ്പം ഈ റിട്ട് പെറ്റീഷനിൽ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കോടതിയിൽ പറയുന്നത്. മരം മുറിച്ച കാര്യങ്ങളൊന്നും റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതൊക്കെ കോടതിയിൽ പറയുന്നു. ഇതൊന്നും അംഗീകരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് 10,000 രൂപ പിഴയിട്ട് ആ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തള്ളിക്കളഞ്ഞത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.